ക്യാപ്റ്റൻസി കിട്ടിയത് ആദിലെ സംബന്ധിച്ചൊരു മുൾക്കിരീടം പോലെയാണ് ആദിലേക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അനീഷ് ഉണർന്നിരിക്കുമ്പം ഒരു കാരണവശാലും ആദിലേക്ക് ഉറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ അനീഷ് എല്ലാവരെയും വിളിച്ചുണർത്തുന്നത് കാണാം. അപ്പം ആദിലെയും നൂറയൊക്കെ വിളിക്കുമ്പം ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിലെയും നോറയും ഇന്ന് അനീഷ് വിളിക്കാതെ തന്നെ എണ്ണിച്ചു വന്നു. കാരണം അവർക്കറിയാം അനീഷ് അവിടെ നിൽപ്പുണ്ട് എന്ന്. കാരണം വെളുപ്പിനെ എണ്ണിക്കുന്ന അനീഷ് അവിടുത്തെ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാകും. രാവിലെ തന്നെ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം വിളിച്ചുണർത്തും, കിച്ചണെല്ലാം ആക്റ്റീവാക്കും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, ഒരു ക്യാപ്റ്റന് വേണ്ട എല്ലാ കാര്യങ്ങളും അനീഷ് ചെയ്തുകൊണ്ടിരിക്കും. ബാറ്ററി മാറേണ്ടവർ ബാറ്ററി മാറിക്കും, അതുപോലെ അറിയിപ്പുകൾ വായിക്കും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അനീഷ് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റന്മാർ പലത് വരുന്നുണ്ടെങ്കിലും പക്ഷേ അതിലൊക്കെ മാറ്റം വരണം എന്ന് ആദിനെ ആഗ്രഹിക്കുന്നുണ്ട്. അനീഷിൽ നിന്ന് ഈ അധികാരങ്ങളിലൊക്കെ തന്നിലേക്ക് വരണം എന്ന് ആദിനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയാണ് ആദില നേരത്തെ എണ്ണിച്ചത്. പക്ഷേ അന്നേരം അനീഷ് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് നേരത്തെയൊക്കെ എണ്ണിക്കാൻ അറിയാം അല്ലേ? ഞാൻ പല പ്രാവശ്യം വിളിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ സാധാരണ എണ്ണിക്കാറുള്ളത് എന്നൊക്കെയുള്ള രീതി ചോദിക്കുന്നുണ്ട്. അതിന് അവർ മറുപടി പറയുന്നുമുണ്ട്. ഏതായാലും അവരുടെയൊക്കെ വേറൊരു മുഖമാണ് അനീഷ് കാട്ടിത്തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഗെയിം പ്ലാനോടുകൂടി തന്നെയാണ് അനീഷ് കളിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് അതിനിടെ ഷാനവാഫും എണ്ണിച്ച് വരുന്നുണ്ട്. അപ്പം ഇവരൊന്നും അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായിട്ട് അനീഷിൽ നിന്ന് ഇതെല്ലാം മാറ്റണം എന്നാണ്. അനീഷ് അറിയാം കൃത്യമായിട്ട് ക്യാമറ ചലിക്കുന്നത് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് അനീഷിനറിയാം. ഏതായാലും രാവിലെ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. ഏതായാലും അനീഷ് ഇതൊന്നും വിട്ടുമാറ്റാൻ തയ്യാറല്ല. കാരണം നേരത്തെ തന്നെ അനീഷ് കിടന്നുറങ്ങും. ബാക്കി എല്ലാവരും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അനീഷ് കിടന്നുറങ്ങുന്നു, നേരത്തെ എണീക്കുന്നു. അതാണ് അനീഷിൻ്റെ